പ്രണയിനി ഭാഗം 31. പിറ്റേന്ന് രാവിലെ എല്ലാം പാക്ക് ചെയ്ത ശേഷം കാറിൽ കയറി ഇരിക്കുകയാണ് 4 പേരും. ഇന്നലത്തെ ഫോൺ കോൾ കാരണം ആരും ആകെ വല്ലാത്തൊരവസ്ഥയിലായതുകൊണ്ട് അപ്പുവും കീർത്തവും മുന്നിലിരുന്നു. എഡ്ഡി ആരുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുറകിലുമായി ഇരുന്നു. പുറപ്പെട്ടപ്പോൾ മുതൽ ആരുവിൻ്റെ മൂഡ് ഓഫ് മാറ്റാൻ വേണ്ടി അപ്പുവും കീർത്തവും ഓരോന്നും പറയുന്നുണ്ടെങ്കിലും അവൾ വേറെ ഏതോ ലോകത്തായിരുന്നു. ഇന്നലെ മുതലേ കാരണമറിയാത്തൊരു ഭയം തന്നെ വരിഞ്ഞു മുറുക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അതെന്തുകൊണ്ടാണെന്ന് പോലും അവൾക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. കാരണം എഡ്ഡിയും അപ്പുവും കൂടെയുള്ളപ്പോൾ തന്നെ ആരും ഒന്നും പറയില്ല, ചെയ്യില്ല എന്ന ഉറപ്പ് അവളിൽ ഉണ്ടെങ്കിലും എന്തോ ഒരു പേടി പോലെ. എഡ്ഡിയുടെ തണുത്ത കൈപ്പത്തി ഇടുപ്പിൽ മുറുകിയപ്പോഴാണ് അവൾ ചിന്തയിൽ നിന്നുണർന്നത്. ഞെട്ടിക്കൊണ്ട് തൊട്ടടുത്തിരിക്കുന്നവനെ നോക്കിയപ്പോൾ അവളെ നോക്കാതെ മുന്നോട്ട് നോക്കിയിരിപ്പാണ്. പക്ഷേ മുഖമൊക്കെ ദേഷ്യം കൊണ്ടോ മറ്റോ ചുവന്നു വന്നിട്ടുണ്ടായിരുന്നു. താൻ ഇത്രയും നേരമായിട്ടും ഒന്ന് നോക്കുക പോലും ചെയ്തില്ലല്ലോ എന്ന പരിഭവമാണ് അവനെന്ന് ആ ഇരിപ്പിൽ തന്നെ അവൾക്ക് മനസ്സിലായി. എഡ്ഡിച്ച, ആരു പതിയെ വിളിച്ചുകൊണ്ട് അവൻ്റെ തോളിലേക്ക് ചാഞ്ഞപ്പോൾ അത്രയും നേരം എയർ പിടിച്ചിരുന്ന എഡ്ഡിയുടെ ചുണ്ടിൽ ചെറുപുഞ്ചിരി വിരിഞ്ഞു. ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ അവളെ തൻ്റെ കൈക്കുള്ളിലേക്ക് അവൻ പൊതിഞ്ഞു പിടിച്ചപ്പോൾ ആര് തൻ്റെ മുഖം അവൻ്റെ നെഞ്ചിലേക്ക് അമർത്തി വെച്ചുകൊണ്ട് കിടന്നു. ഐ ആം ഓൾവേസ് വിത്ത് യു. അവളെ തന്നിലേക്ക് വരഞ്ഞു മുറുക്കിക്കൊണ്ടവൻ പതിയെ കാതിൽ മന്ത്രിച്ചു. അതിലുണ്ടായിരുന്നു അവന് പറയാനുള്ളതെല്ലാം. അതുകൊണ്ട് തന്നെ ഉള്ളിലെ പേടിയും പരിഭ്രവും ഒക്കെ മറന്നുകൊണ്ടവൾ അവനിലേക്ക് തന്നെ പതുങ്ങിക്കൂടി. പതിയെ പതിയെ അവൾ നിദ്രയിലേക്ക് വഴുതി വീണപ്പോഴും എഡ്ഡിയുടെ കൈകൾ വിട്ടുമാറാതെ അവളെ തന്നോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. അവനിൽ നിന്നും ലഭിക്കുന്ന സ്നേഹത്തിലും സംരക്ഷണത്തിലും നിറഞ്ഞ മനസ്സോടെ അവൾ നിദ്രയെ പുൽകി. ഉറങ്ങിയോ അളിയാ? മുന്നിലെ മിററിൽ കൂടെ അപ്പു ചോദിച്ചപ്പോൾ എഡ്ഡി അവനെ നോക്കി ചിരിച്ചുകൊണ്ട് തലയാട്ടി. അപ്പോൾ കീർത്തു തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് എഡ്ഡിയുടെ നെഞ്ചോരം ശാന്തമായി ഉറങ്ങുന്ന ആരുവിനെയാണ്. ഹോ, ഇപ്പോഴാ സമാധാനമായേ. ഇവളെന്താ ദൈവമേ ഇത്രയും പാവമായി പോയത്? എന്ത് സംഭവിച്ചാലും എന്ത് കണ്ടാലും പേടിച്ച് കരഞ്ഞ് ആകെ ബഹളമാക്കും. അല്ലേൽ ഒതുങ്ങിക്കൂടിയിരുന്ന് ഒറ്റയ്ക്ക് അനുഭവിച്ചു തീർക്കും. ശരിക്കും എന്ത് പാവല്ലേ അപ്പുവേട്ടാ നമ്മുടെ ആരു. ഡ്രൈവ് ചെയ്യുന്ന അപ്പുവിനെ നോക്കി കീർത്തു പറഞ്ഞപ്പോൾ അവനൊന്ന് മൂളി. അവൾ പണ്ടേ അങ്ങനെയല്ലേ കീർത്തി? ആരോടും മുഖം കറുപ്പിച്ച് സംസാരിക്കാൻ പോലും ആകാതെ എല്ലാത്തിനെയും ഭയപ്പെട്ട് എൻ്റെ നെഞ്ചിൽ കിടന്നു വളർന്നവളല്ലേ. അത് പറയുമ്പോൾ അപ്പുവിൻ്റെ കണ്ണിലും മനസ്സിലും ഒരുപോലെ തൻ്റെ പ്രിയപ്പെട്ട അനിയത്തിയോടുള്ള വാത്സല്യമായിരുന്നു. ഇതൊക്കെ കേട്ട് മിണ്ടാതെ ഇരിക്കുകയായിരുന്നു എഡ്ഡി. അപ്പുവും കീർത്തുവും വീണ്ടും ഓരോന്നും സംസാരിക്കുന്നുണ്ടെങ്കിലും അതിലൊന്നും ശ്രദ്ധിക്കാതെ എഡ്ഡി തൻ്റെ പ്രണയത്തെ നോക്കി നിൽപ്പായിരുന്നു. ബൊമ്മക്കുട്ടി, നീ എത്ര പാവമായാലെന്താ പെണ്ണേ? എന്തിനും പോന്നൊരു ഇച്ഛായനില്ലടി നിനക്ക്. എൻ്റെ പെണ്ണിനെ നോവിക്കാൻ ഇനി ആരെങ്കിലും ശ്രമിച്ചാൽ അവരെ മുഴുവനായി നശിപ്പിച്ചിട്ടേ ഞാൻ അടങ്ങുള്ളൂ. അതുകൊണ്ട് എൻ്റെ കൊച്ചു ധൈര്യമായി ഈ യാത്രയൊക്കെ ആസ്വദിക്കൂട്ടോ. ഒരു നിഴല് പോലെ എന്നും ഞാൻ കൂടെ ഉണ്ടാകും. മനസ്സിൽ പറഞ്ഞുകൊണ്ടവൻ ആരുവിൻ്റെ നെറുകയിൽ അമർത്തി ചുംബിച്ചു. ശേഷം അവളെയും കൊണ്ട് സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു കിടന്നു. ഇതേ സമയം ആരുവിനെ കാണുന്നതിലുള്ള സന്തോഷത്തിലായിരുന്നു നന്ദൻ. എന്തു തന്നെ സംഭവിച്ചാലും ഈ ഒരു വരവിൽ അവളെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന വാശി അവനിൽ നിറഞ്ഞു തുടങ്ങിയിരുന്നു. ബെഡിൽ പോയി കിടന്നുകൊണ്ടവൻ തൻ്റെ ഫോൺ എടുത്ത് അതിലെ ആരുവിൻ്റെ ഫോട്ടോ എടുത്തു. പതിയെയുള്ള പുഞ്ചിരിയോടെ നിൽക്കുന്ന ആരുവിൻ്റെ രൂപത്തെ അവൻ പ്രണയത്തോടെ നോക്കി. ഐ ലവ് യു ആരു, ഐ വിൽ നെവർ ലീവ് യു. അതും പറഞ്ഞുകൊണ്ടവൻ ഫോണിൽ അമർത്തി ചുംബിച്ചു. ശേഷം ഫോൺ മാറ്റിവെച്ച് കിടക്കാൻ ഒരുങ്ങവെയാണ് ശില്പയും അമ്മയും കൂടെ മുറിയിലേക്ക് വരുന്നത് കണ്ടത്. ക്ഷീണം നിറഞ്ഞ മുഖത്തോടെ ഇടറിയ കാലുകളോടെ നടക്കുന്ന ശില്പയെ വീയാതെ അമ്മ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ട നന്ദൻ സംശയത്തോടെ നെറ്റി ചുളിച്ചുകൊണ്ട് അവരെ നോക്കി. എന്ത് പറ്റി അമ്മേ? എന്താ ഇവൾക്ക് ആകെ ഒരു ക്ഷീണം പോലെ? അതും പറഞ്ഞുകൊണ്ടവൻ ബെഡിൽ നിന്നും എഴുന്നേറ്റപ്പോൾ അമ്മ വേഗം അവളെ ബെഡിലേക്ക് കിടത്തി. ഒന്നുമില്ലടാ മോൾ എൻ്റെ കൂടെ കിച്ചണിൽ ഓരോന്നും ചെയ്ത് സഹായിക്കുകയായിരുന്നു. അതിനിടയിൽ ഞാൻ മീൻ എടുത്തപ്പോഴേക്കും അതിൻ്റെ മണം പറ്റാതെ ഒരു ഛർദിയായിരുന്നു. പാവം, ക്ഷീണിച്ചു പോയി മോൾ, കുറച്ച് കിടന്നോട്ടെ. ശില്പയെ വാത്സല്യപൂർവ്വം നോക്കിക്കൊണ്ട് അമ്മ പറയുന്നത് കേട്ടപ്പോൾ നന്ദൻ്റെ മുഖം പുച്ഛത്താൽ നിറഞ്ഞു. ഇതൊക്കെ ശില്പയുടെ അഭിനയമാണെന്നാണ് അവൻ കരുതിയത്. അതുകൊണ്ട് തന്നെ അമ്മ പുറത്തു പോയപ്പോൾ അവളെ അധികം ശ്രദ്ധിക്കാതെ അവൻ സോഫയിൽ ചെന്നിരുന്നു. അവൻ്റെ ആ ഒരു പെരുമാറ്റം അവളെ വേദനിപ്പിച്ചെങ്കിലും കുറച്ചു മുന്നേ അവൻ തനിക്ക് എന്തു പറ്റി എന്ന് ചോദിച്ചല്ല എന്ന സന്തോഷത്തിൽ ശില്പ പ്രണയത്തോടെ അവനെയും നോക്കിക്കിടന്നു. കൂട്ടത്തിൽ അവളുടെ കൈകൾ വയറിലുമുണ്ടായിരുന്നു. അങ്ങനെ കിടക്കവേ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും അവൾ ഉറങ്ങിയെന്ന് കണ്ട നന്ദൻ വീണ്ടും ആരുവിനെ ആലോചിച്ചിരിക്കാൻ തുടങ്ങി. അവരിനി അധികം വൈകാതെ തന്നെ ഇവിടെ എത്തുമെന്ന ഓർമ്മയിൽ അവൻ വേഗം തന്നെ ഫ്രഷ് ആവാനായി കയറി.
ഇതേസമയം അപ്പുവിൻ്റെ കാർ അവരുടെ വീടിന് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. അപ്പോൾ തന്നെ ശോഭാമ്മ അകത്ത് നിന്നും പുഞ്ചിരിയോടെ പുറത്തേക്ക് വന്നിരുന്നു. അമ്മക്കുട്ടി. കാറിൽ നിന്നും ഇറങ്ങിയ ഉടനെ തന്നെ കീർത്ത് ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചപ്പോൾ അവരും അവളെ വാത്സല്യപൂർവ്വം ചേർത്ത് പിടിച്ചുകൊണ്ട് നെറുകയിൽ ചുംബിച്ചു. അവരുടെ ഈ സ്നേഹപ്രകടനം കണ്ടുകൊണ്ടായിരുന്നു അപ്പുവും എഡ്ഡിയും ആരവും കാറിൽ നിന്നിറങ്ങിയത്. നാളുകൾക്ക് ശേഷം ആ വീടിന് മുന്നിൽ നിൽക്കുമ്പോൾ അവസാനമായി എല്ലാം തകർന്നവളെപ്പോലെ ഇറങ്ങി വന്ന ദിവസമായിരുന്നു ആരോന് ഓർമ്മ വന്നത്. പക്ഷേ തനിക്കരികിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവൻ്റെ സാന്നിധ്യത്തിൽ ആ ഓർമ്മകളെയൊക്കെ അവൾ മനഃപൂർവ്വം തള്ളിക്കളഞ്ഞു. മോളെ ആരു. സ്നേഹത്തോടെയുള്ള ശോഭയുടെ വിളി കേട്ടപ്പോൾ ആരു മുന്നിലേക്ക് നോക്കിയത്. അപ്പോൾ പുഞ്ചിരി തൂകിക്കൊണ്ട് തനിക്ക് നേരെ കൈവിടർത്തി കാണിച്ച ആ അമ്മയെ കണ്ടപ്പോൾ കണ്ണും വിടർത്തിക്കൊണ്ടവൾ അരികിൽ തന്നെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന എഡ്ഡിയെ നോക്കി അവൻ്റെ സമ്മതത്തിനായി. അപ്പോൾ അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ടവൻ കൈ മാറ്റിയപ്പോൾ തന്നെ ഒരു കുഞ്ഞു ചിത്രശലഭം പോലവൾ ശോഭയുടെ മാറിലേക്ക് ഓടി അണഞ്ഞു. അത് കണ്ട് നിറഞ്ഞ ചിരിയോടെ അപ്പുവും എഡ്ഡിയും അവർക്കരികിലേക്ക് നടന്നു ചെന്നു. ഇതേസമയം താഴെ നിന്നും എന്തോ ബഹളം കേട്ട് ഞെട്ടി ഉണർന്ന ശില്പ കാണുന്നത് ധൃതിയിൽ പുറത്തേക്ക് ഓടിപ്പോകുന്ന നന്ദനെ ആയിരുന്നു. അപ്പോൾ അവൻ്റെ പോക്ക് കണ്ടപ്പോൾ എന്തോ പന്തികേട് തോന്നിയ അവളും വേഗം തന്നെ എഴുന്നേറ്റുകൊണ്ട് അവൻ്റെ പിറകെ ചെന്നു. ഹാളും കഴിഞ്ഞ് ഉമ്മറത്തേക്ക് പാഞ്ഞു പോകുന്ന നന്ദൻ്റെ പിറകെ ചെന്ന ശില്പ കാണുന്നത് ശോഭയ്ക്കരികിൽ പുഞ്ചിരിയോടെ ഓരോ കാര്യവും പറഞ്ഞു നിൽക്കുന്ന ആ 4 പേരെ ആയിരുന്നു. പെട്ടെന്ന് അവരെ അവിടെ കണ്ട ഷോക്കിൽ തറഞ്ഞു നിൽക്കുമ്പോഴും അവളുടെ മിഴികൾ ആരുവിൽ തന്നെ നോട്ടം പായിച്ചുകൊണ്ട് നിൽക്കുന്ന നന്ദനിലായിരുന്നു. അപ്പോൾ മാത്രമായിരുന്നു നന്ദൻ തിരക്ക് കൂട്ടി ഇവിടേക്ക് വരാനുള്ള കാരണം എന്താണെന്ന് അവൾക്ക് മനസ്സിലായത്. നീറുന്ന മനസ്സോടെ ഇനി എന്ത് എന്ന ചിന്തയിൽ ഒരുങ്ങി നിൽക്കുമ്പോഴായിരുന്നു അടുത്ത ആയിട്ട് പോലും ആരുവിനെ പൊതിഞ്ഞു പിടിച്ചു നിൽക്കുന്ന എഡ്ഡിയിലേക്ക് അവളുടെ നോട്ടം എത്തിയത്. അത് കണ്ടപ്പോൾ എന്തോ വല്ലാത്തൊരു ആശ്വാസത്തോടെ അവൾ ആ കാഴ്ച നോക്കി നിന്നു. എന്നാൽ നന്ദനാകട്ടെ എഡ്ഡിയുടെ ആ പ്രവൃത്തിയിൽ പല്ല് കടിച്ചു കൊണ്ടവനെ നോക്കി നിൽപ്പായിരുന്നു. അപ്പോൾ ഒരു വേള എഡ്ഡിയുടെ മിഴികളും അകത്തേക്ക് ചെന്നപ്പോൾ അവിടെ തങ്ങളെ നോക്കി നിൽക്കുന്ന നന്ദനെ കണ്ടപ്പോൾ ആരുവിനെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു കൊണ്ടവൻ അവനെ നോക്കി. ഇരുവരും പരസ്പരം പോരുകോഴികളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നത് കണ്ട അപ്പുവിൻ്റെ ചുണ്ടിൽ ഒരു ഗൂഢമായ ചിരി വിടർന്നിരുന്നു. അപ്പോൾ എന്താ മക്കളെ നോക്കി നിൽക്കുന്നേ, വാ അകത്തേക്കിരിക്കാം. ആരുവിനെയും കീർത്തുവിനെയും ഒരുപോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശോഭ ആദ്യം കയറി. അവർക്ക് പിറകിൽ അപ്പുവും അവന് പിറകിൽ എഡ്ഡിയുമായി അകത്തേക്ക് കടന്നു. ആഹാ, നിങ്ങളിവിടെ നിൽക്കുമായിരുന്നോ. കേട്ടോ മോളെ, നന്ദൻ 2-3 പ്രാവശ്യമായി വന്ന് ചോദിക്കുന്നു നിങ്ങൾ എവിടെ എത്തിയെന്ന്. ഇപ്പോൾ അനിയത്തിയെ കണ്ടപ്പോൾ സന്തോഷമായോ. ഒന്നും അറിയാതെ അവർ നന്ദനെ നോക്കി ചിരിയോടെ ചോദിച്ചപ്പോൾ അവൻ ഒരു നിമിഷം അവർ 4 പേരെയും നോക്കി. പിന്നെ ആരുവിൽ തന്നെ മിഴികൾ പതിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, സന്തോഷമായോ എന്നോ. ഒരുപാട് സന്തോഷമായി. ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ ഇവളുടെ പിണക്കമൊക്കെ ശരിയാക്കണം. എല്ലാം ഞാൻ തന്നെ മാറ്റിയെടുത്തോളാം. അവൻ്റെ വാക്കുകൾക്ക് പിന്നിലെ പൊരുൾ ശോഭ ഒഴികെ ബാക്കി എല്ലാവർക്കും മനസ്സിലായിരുന്നു. വാ ഇവിടെ ഇരിക്കൂ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. വാ മക്കളെ. ശോഭ അതും പറഞ്ഞുകൊണ്ട് ആരുവിനെയും കീർത്തുവിനെയും കൂട്ടി കിച്ചണിലേക്ക് നടന്നു. കൂടെ തന്നെ ശില്പയും ചെന്നിരുന്നു. അപ്പോൾ പുറത്ത് അവർ 3 പേരും മാത്രം ബാക്കിയായപ്പോൾ കത്തുന്ന കണ്ണുകളോടെ എഡ്ഡി നന്ദൻ്റെ മുന്നിൽ ചെന്ന് നിന്നു. നീ ഇപ്പോൾ പറഞ്ഞതിൽ വേറെ വല്ല അർത്ഥവും ഉണ്ടായാൽ, വെറുതെ പോലും നിന്റെ മനസ്സിൽ അങ്ങനെയൊന്ന് വന്നാൽ പിന്നെ ഈ നന്ദകിഷോറിനെ ആരും ഭൂമിയിൽ കാണില്ല. കൊന്നു തള്ളും ഞാൻ. ആരു എൻ്റെയാ, എൻ്റെ മാത്രം. അതിന് ഈ ഭൂമിയിൽ രണ്ടാമതൊരു അവകാശം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല, ഓർത്തോ. അത്രയും പറഞ്ഞുകൊണ്ടവൻ അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ പറയാനുള്ളതൊക്കെ അവൻ പറഞ്ഞില്ലേ. ഇനി എന്നാൽ ഞാനങ്ങോട്ട് പോട്ടെ അളിയോ. അവനെ ഒന്ന് ആക്കി പറഞ്ഞുകൊണ്ട് അപ്പുവും അകത്തേക്ക് പോയപ്പോൾ നന്ദൻ മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് അവർക്ക് പിറകിൽ ചെന്നു.